ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വണ്ടൻപതാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് നസറിൻ പി ഫാസിം യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പൊ ഞാൻ സിവിൽ സർവീസ് എഴുതിയ സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റില് പ്രിലിംസ് പരാജയപ്പെട്ട ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഞാൻ തന്നെ എനിക്ക് കൊടുത്ത ഒരു സപ്പോർട്ടും കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് ജീവിതത്തിൽ ഏതൊരു സമയത്ത് നിങ്ങൾ താഴ്ന്നു പോയാലും നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കുക. പിന്നെ സിവിൽ സർവീസിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ അറിവിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ പത്രം അത്യാവശ്യം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ നിങ്ങൾക്കിപ്പം കിട്ടുന്ന പത്രം ഏതാണെങ്കിലും, ഇപ്പം മനോരമയാണെങ്കിലും ഏത് മലയാള പത്രമാണെങ്കിലും വൃത്തിക്ക് വായിക്കുക. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊരു ജനറൽ അവയർനെസ് ഈ പ്രായത്തിൽ ഉണ്ടാക്കി വെക്കുക. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പഠിക്കാനുണ്ടല്ലോ ഓരോ റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസിനെ പറ്റി. അപ്പം അന്ന് പഠിച്ച ഒരു കാര്യമാണ് ഇത്തവണത്തെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ പഠിച്ച് മറന്നു പോകുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പിന്നീടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് നമ്മളെ ഒത്തിരി സഹായിക്കും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾക്ക് ഈ മാപ്പ് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നമ്മുടെ വേൾഡ് മാപ്പ്, ഇന്ത്യൻ മാപ്പ് ഒക്കെ. അപ്പൊ അന്ന് ആള് വെറുതെ ഒരു കൗതുകത്തിന് നമ്മുടെ ഡൈനിങ് ടേബിളിലെ ഷീറ്റിന്റെ താഴെ ഈ മാപ്പ് ഇങ്ങനെ വെക്കും. എന്നിട്ട് ജസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഈ മാപ്പ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കും. പക്ഷെ അത് ഈ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്ത് പറ്റി? ആൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റി. സൗത്ത് അമേരിക്ക എവിടെയാണ്, നോർത്ത് അമേരിക്ക എവിടെയാണ്, അവിടെ ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ ഇത് സിവിൽ സർവീസിലേക്ക് വന്നപ്പോൾ ഒത്തിരി ഉപയോഗപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളുടെ ഡ്രീം എന്താണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴേ കുഞ്ഞു എഫേർട്ട് ഇട്ടു. വണ്ടൻപതാൽ മേഖലയിൽ നിന്നും A+ നേടിയ 20ഓളം കുട്ടികളെ ആദരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS രാജു, വാർഡ് മെമ്പർ ബെന്നി ചേറ്റുകുഴി, വാർഡ് പ്രസിഡന്റുമാരായ ഷാഹുൽ തടത്തിൽ പറമ്പിൽ, തോമസ് കോശി മരുതുമൂട്ടിൽ, സെബാസ്റ്റ്യൻ ചുള്ളിത്തറ, KK ജനാർദ്ദനൻ, VT അയൂബ് ഖാൻ, ഷാജി സർ, അരുൺ കോക്കാപ്പള്ളി, രഞ്ജിത്ത് കുര്യൻ, രജനി ഷാജി, മോളി തെക്കേമുറി, ഉമേഷ് ചെമ്പക്കുളം, ബിനു പുന്നമൂട്ടിൽ, ഷമീർ വരിക്കാനി, തോമസ് മുല്ലപ്പാട്ട്, ബിജു കൊച്ചുപറമ്പിൽ, മനോജ് ആലക്കൽ, റെജി കാരികക്കുന്നേൽ, ബിജു പടിവാതുക്കൽ, മനോജ് പാറയിൽ, ബിനു ജനാർദ്ദനൻ, ബാബു കുന്നുംപുറം, ബിനോയ് ഇലവന്നാം തൊടുകയിൽ, പ്രദീപ്, പാറൂസ് ഓട്ടോ, ജിബിൻ, മൈക്കിൾ പ്ലാന്റേഷൻ, രാജു അമ്പാട്ട്, ഷാജി പുളിക്കൽ, റോജി തുണ്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.